ഒരുപാടായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന അർഷാദിൻ്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ മുന്നിലുണ്ടാവട്ടോ. അർഷാദ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ മുന്നിലുണ്ടാകാം. അർഷാദിൻ്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്. പ്രിയപ്പെട്ട ഉപ്പയെ കണ്ടു കഴിഞ്ഞാൽ അർഷാദ് നല്ല ഹാപ്പി ആയിരിക്കും. ഉണ്ടാവില്ല കേട്ടോ. ഉറക്കം എഴുന്നേൽക്കാൻ പോകുന്നത്. റെഡി 1 2 3 വയ്ക്കാം. നോക്കാം. പേരെന്താ? ജംഷീർ. നോക്കാം. ഇനി ഓർമ്മ ഉണ്ടാവില്ല. എന്താ പേരെന്താ? നടക്കില്ല. പറഞ്ഞോ. ഇനി പേര് കേട്ടോ. ജംഷീർ. നോക്കാം. ഒന്ന് സ്നാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിൻ്റെ പേര് മറന്നു കേട്ടോ. നിങ്ങളുടെ വൈഫിൻ്റെ പേര് മറന്നു. എന്താ വൈഫിൻ്റെ പേരെന്താ? വൈഫിൻ്റെ പേര് എത്രയായി കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 9. വൈഫിൻ്റെ പേര് ഓർമ്മല്ല? ഓർമ്മ ഉണ്ടായി. കിട്ടണില്ല. നന്നായി ഒന്ന് ആലോചിച്ച് നോക്കാം. 9 വർഷമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? പറഞ്ഞോ. എന്താ വൈഫിൻ്റെ പേര്? ഷംലാസ്. ഹായ്. അപ്പോൾ ഞാനെന്താണത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് തെക്കുമുറി പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തനായ ഒരു കലാകാരനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനാണ്. അതായത് നമ്മുടെ ചാനൽ വഴി ഒരുപാട് കലാകാരന്മാർ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊക്കെ വ്യത്യസ്തമായ ഒരു കലാകാരനാണ് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പും ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് വളരെയധികം നമ്മൾ ഇന്നിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ഈ മരിച്ച ആളുകളെ കാണിച്ചു കൊടുക്കുക. ഒരു പ്രത്യേകതരം ഒരു ഫീലിംഗ് ആണത്. എന്തായാലും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ആളിവിടെ വർക്ക് ചെയ്യുന്നത് പട്ടാമ്പിയിലാണ് കേട്ടോ. പട്ടാമ്പിയിലെ ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പിലാണ് ഇപ്പോൾ ഞാനുള്ളത്. എന്തായാലും നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു ഷോപ്പും ആ ഒരാളും. അസ്സലാമു അലൈക്കും. ഒരു ഉസ്താദാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഒരു വ്യത്യസ്തനായ കലാകാരനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ വീഡിയോയിൽ പങ്കെടുക്കുന്ന ഒരു ബ്രോ ഇവിടെ ഉണ്ട്. ഹായ്, പേരെന്താ പറഞ്ഞോ? അർഷാദ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരിക്കും. അത് മാത്രമല്ല, ഇന്നിപ്പോൾ നിലവിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ഈ ഒരു സംഭവം. അപ്പോൾ എന്തായാലും മെൻ്റലിസം, ഹിപ്നോട്ടിസം ഇത് രണ്ടും കലർന്നൊരു വീഡിയോ ആയിരിക്കും എന്നുള്ളത്. ഇപ്പോൾ ഇരുന്നോ. അപ്പോൾ കൂടുതൽ പരിചയപ്പെടാം. അപ്പോൾ ആദ്യം ചോദിക്കട്ടെ, വീഡിയോന് മുമ്പിൽ ഇതിനു പോകുന്നില്ല, ഏതെങ്കിലും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടോ? ഇൻ്റർവ്യൂ ആയിട്ടൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പട്ടാമ്പിയിലെ തെക്കുമുറിയിൽ ഒരു പെർഫ്യൂം ഷോപ്പിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ആള് ഞാൻ ഇൻസ്റ്റയിലൂടെയൊക്കെ കണ്ട്, റീലിലൂടെ കണ്ട് പരിചയപ്പെട്ട് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ആയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അനുഭവം തന്നു. അതുകൊണ്ടുള്ള വീഡിയോ ആണ്. എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. എന്താ സാധനം ചെയ്യാൻ പോകണം നമ്മളിന്ന് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ? എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ ഈയിടെ ആയിട്ട് ഒരു ആളെ മരണപ്പെട്ട ഉപ്പാനെ കാണിച്ചു കൊടുത്തിരുന്നു. അപ്പൊ അതിനുശേഷം എനിക്ക് ഒരുപാട് എൻക്വയറികൾ വന്നിരുന്നു. ഇതേപോലെ അവരെ റിലേഷൻസിലുള്ള ഒരുപാട് ആളുകൾ അവരെ പ്രിയപ്പെട്ട ആളുകളെ കാണിച്ചു കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിരുന്നു. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ്, ആളെ തന്നെ അനിയനായിട്ടുള്ള നമ്മളെ കൂട്ടുകാരനും കൂടിയാണ് അർഷാദ്. അപ്പോൾ അർഷാദ് ആ സമയം മുതലേ എന്നോട് കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചിരുന്നു, ആൾക്കും ഇതേപോലെ ആളെ ആ ഉപ്പാനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കൂടി ഒത്തു വന്ന് നോക്കുമ്പോൾ ഞാൻ ആളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് എല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല. ചില ആളുകൾക്ക് മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ. അതിന് ഇതിന്റെ പോസിബിലിറ്റി സൈഡും കൂടി ഞാൻ ആദ്യം തന്നെ പറയണല്ലോ. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ താരം അർഷാദാണ് കേട്ടോ. അർഷാദിൻ്റെ ഒരു ആഗ്രഹമാണ് ഫൈസി ഉസ്താദ് ഇവിടെ സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. സ്വന്തം ഉപ്പയെ മരണപ്പെട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കാണുക, അത് ആരുടെയും ഒരു ആഗ്രഹമായിരിക്കും. അപ്പോൾ എന്താണ് ശരിക്കും ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്? എന്താണ് പല കാണുന്ന ഒരു പ്രതീക്ഷ? എന്താ? ഉണ്ട്, ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു. അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് വന്നതാ. ഓക്കെ. അതായത് ഈ ഉസ്താദായിട്ടുള്ള പരിചയം, ബന്ധം എങ്ങനെയാണ്? സുഹൃത്താണ്, അയൽവാസിയാണ്. ബാല്യകാല സുഹൃത്താണോ? അതെ. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഉഷാറായിട്ട് ഇരിക്കട്ടോ. കംഫർട്ടല്ലേ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നന്നായിട്ടൊന്ന് ബ്രീത്തിങ് ചെയ്യും. ഒന്ന് ഹോൾഡ് ചെയ്യാം. ബ്രീത്ത് ഔട്ട്. നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കട്ടോ. ഒന്നുകൂടെ ഒന്ന് ബ്രീത്തിങ് ചെയ്താൽ നന്നായിട്ടൊന്ന് ബ്രീത്തിങ് ചെയ്യുക. ഒന്ന് ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട്. നല്ല റിലാക്സ് ആയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഒന്നും കൂടെ ഒന്ന് ബ്രീത്തിങ് ചെയ്താൽ ഒന്ന് ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട്. നല്ല റിലാക്സ് ആയിട്ട്. കംഫർട്ടല്ലേ, ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് കൈ ഒന്ന് തരും. ഈ കൈയിൻ്റെ ഗ്യാപ്പിലേക്ക് മാത്രം ഒന്ന് നോക്കട്ടോ. നന്നായി ഉറങ്ങാൻ പറ്റും കേട്ടോ. നന്നായി ഉറങ്ങാൻ പറ്റും. യു ആർ ഗോയിങ് ടു ഡീപ്പ് സ്ലീപ്പ്. 5 4 3 2 1. നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ പറ്റും കേട്ടോ.
നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ പറ്റും. യു ആർ ഗോയിങ് ടു ഡീപ്പ് സ്ലീപ്പ്, ഡീപ്പ് സ്ലീപ്പ്, ഡീപ്പ് സ്ലീപ്പ്. ഈ ഉറക്കത്തിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, യാതൊരു അസ്വസ്ഥതയില്ല, ഫുൾ ഫ്രീ ആണ് കേട്ടോ. നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ പറ്റും. ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ചുവപ്പ് കളർ കണ്ടു കഴിഞ്ഞാൽ അത് മഞ്ഞ കളറായിട്ടാണ് ഫീൽ ചെയ്യുക കേട്ടോ. ചുവപ്പ് കളർ കണ്ടു കഴിഞ്ഞാൽ അത് മഞ്ഞ കളറായിട്ടാണ് ഫീൽ ചെയ്യുക. എന്ത് കളറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ഞ കളർ എന്ന് മാത്രമേ പറയുള്ളൂ കേട്ടോ. ഉറക്കം എഴുന്നേൽക്കാൻ പോവുകയാണ്. ഉറക്കം എഴുന്നേറ്റാൽ ചുവപ്പ് കളർ കണ്ടു കഴിഞ്ഞാൽ മഞ്ഞ കളറായിട്ടാണ് തോന്നുക കേട്ടോ. ഉറക്കം എഴുന്നേൽക്കാൻ പോവുകയാണ്. റെഡി 1 2 3 ഓപ്പൺ യുവർ ഐസ്. ഇത് എന്താ കളറ് ബോക്സ്? മഞ്ഞ. ഈ ടിന്നിൻ്റെ കളറ് കാണാനുണ്ടോ? എന്ത് കളറാ? മഞ്ഞ. മഞ്ഞയും കറുപ്പൊക്കെ ആയിട്ടാണ് അല്ലേ? ഇത് എന്ത് കളർ ബോട്ടിലാ? മഞ്ഞ കളർ ബോട്ടിലാ. ഇത് മഞ്ഞാണ് അല്ലേ? ഓക്കെ, നോക്കാം. ഇനി ഒന്ന് സ്നാപ്പ് ചെയ്താൽ ഇത് ശരിക്ക് കളറായിട്ട് തന്നെ തോന്നും കേട്ടോ. ശരിക്ക് കളറായിട്ട് മനസ്സിലാവും കേട്ടോ. എന്താ കളറ്? റെഡ് അല്ലേ? കുഴപ്പമില്ല, നോർമലല്ലേ? നോക്കാം. ഞാനൊന്ന് നെറ്റിയിൽ തട്ടി കഴിഞ്ഞാൽ നല്ല ഓരോ ഉറക്കത്തിലേക്ക് പോവും. നല്ലൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവും. നല്ല കംഫർട്ടായിട്ട് ഉറങ്ങാൻ പറ്റും കേട്ടോ. നല്ല കംഫർട്ടായിട്ട് ഉറങ്ങാൻ പറ്റും. സ്ലീപ്പ് 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 സ്ലീപ്പ്. നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ പറ്റും. നല്ല കംഫർട്ടായിട്ട് ഉറങ്ങാൻ പറ്റും കേട്ടോ. ഞാനൊന്നും കൂടെ 5 to 1 കൗണ്ട് ചെയ്യാണ്. ഞാനൊന്നും കൂടെ 5 to 1 കൗണ്ട് ചെയ്താൽ നിങ്ങൾ നല്ലൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവും. നന്നായി ഉറങ്ങാൻ പറ്റും കേട്ടോ. നന്നായി ഉറങ്ങാൻ പറ്റും. നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ പറ്റും കേട്ടോ. 5 4 3 2 1. നല്ല ഫ്രീ ആണ്. ഞാൻ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ പേര് ഞാൻ എടുത്ത് ഡിലീറ്റ് ചെയ്യാണ് കേട്ടോ. ഞാൻ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ പേര് ഞാൻ എടുത്ത് ഡിലീറ്റ് ചെയ്യാണ്. ഇനി ആര് ചോദിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറയാൻ കിട്ടില്ല. നിങ്ങളുടെ പേര് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഞാൻ കംപ്ലീറ്റ്ലി എടുത്ത് ഡിലീറ്റ് ചെയ്യാണ് കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ പേര് ഞാൻ കംപ്ലീറ്റ്ലി എടുത്ത് ഡിലീറ്റ് ചെയ്യാണ്. ഇനി ആര് ചോദിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറയാൻ കിട്ടില്ല. ബാക്കി എല്ലാവരുടെയും പേര് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ പേര് മാത്രം നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. ഓർക്കുന്ന എഴുന്നേൽക്കാൻ പോവാണ്. റെഡി 1 2 3 ഓപ്പൺ യുവർ ഐസ്. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ചെറുതായിട്ടൊന്ന് ഉറങ്ങിയോ? എന്താ പേരെന്താ? എൻ്റെ കട പേരെന്താ? അനിയൻ്റെ പേരെന്താ? ആസിഫ്. എൻ്റെ പേരെന്താ പറയാൻ കിട്ടുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കാം. അവരാരെങ്കിലും വീട്ടിൽ വിളിച്ചതോ അങ്ങനെ എന്തെങ്കിലും? എവിടെയെങ്കിലും പഠിക്കുമ്പോഴൊക്കെ പേര് എഴുതി കൊടുത്തിട്ടൊക്കെ ഉണ്ടാവില്ലേ? എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞതായിട്ട് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോക്കെ? നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. എത്രത്തോളം ആലോചിക്കുന്നു അത്രത്തോളം ഹാർഡായി കൊണ്ടിരിക്കും, ടഫായി കൊണ്ടിരിക്കും. ഒരിക്കലും നിനക്ക് നിൻ്റെ പേര് പറയാൻ കിട്ടില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടില്ല? ഇവിടെ വേറെ ആരെങ്കിലും അറിയോ? പേരറിയോ? അല്ലേ? ജസ്റ്റ് ഒന്ന് വരും നോക്കാം. എൻ്റെ ശരിക്കുള്ള പേര് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. എൻ്റെ ശരിക്കുള്ള പേരിൻ്റെ കയ്യിലുണ്ട്. ഞാനിത് ഇയാൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇയാളൊന്ന് ഷെയ്ക്ക് ഹാൻഡ് വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പേര് ഓർമ്മ വരും, പേര് പറയാനും കിട്ടും കേട്ടോ. ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു നോക്കി. എൻ്റെ പേരെന്താ? അർഷാദ്. സ്ലീപ്പ് സ്ലീപ്പ് സ്ലീപ്പ്. നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ പറ്റും. ഈ ഉറക്കത്തിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അർഷാദ് ഇപ്പോൾ ഉള്ളത് അർഷാദിൻ്റെ ഒരു 6 വർഷം മുമ്പുള്ള വീട്ടിലാണ് കേട്ടോ. ആ വീട്ടിൽ നല്ല സന്തോഷവാനാണ്. എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും അവിടെ ഉണ്ട്. ഉപ്പയുണ്ട്, കൂട്ടുകാരുണ്ട്, അനിയുണ്ട്, ഏട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. കസിൻസൊക്കെ ഉണ്ട് കേട്ടോ. വല്യമ്മ, വല്യപ്പ, അങ്ങനെ എല്ലാവരും ഉണ്ട്. വലിയൊരു മുഹൂർത്തത്തിലാണ് ഇപ്പോൾ അർഷാദ് ഉള്ളത്. അർഷാദിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട, അർഷാദിനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന അർഷാദിൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുണ്ട് മുമ്പിൽ കേട്ടോ. അർഷാദിൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുണ്ട്. പ്രിയപ്പെട്ട ഉപ്പാനെ
ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു, നന്നായി കാണാൻ ആഗ്രഹിച്ചിരുന്നു കേട്ടോ, നന്നായി കാണാൻ ആഗ്രഹിച്ചിരുന്നു. പ്രിയപ്പെട്ട ഉപ്പാനെ ഒരിക്കൽ കൂടെ നേരിട്ട് കാണാൻ നല്ല ആഗ്രഹമുള്ള വ്യക്തിയാണ് അർഷാദ് കേട്ടോ, നല്ല ആഗ്രഹമുള്ള വ്യക്തിയാണ് അർഷാദിന്. ആ ഉപ്പയെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ട ഉപ്പയെ കാണാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് അർഷാദ് കേട്ടോ. അർഷാദിന് ഉപ്പയെ കാണാൻ ഒരിക്കൽ കൂടെ ആഗ്രഹമുണ്ട്. അർഷാദിന് ഉപ്പയെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ മുന്നിൽ കാണാൻ പറ്റും കേട്ടോ. അർഷാദിന് ഉപ്പയെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ മുന്നിൽ കാണാൻ പറ്റും. അർഷാദിൻ്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്. അർഷാദ് ഒരുപാടായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന അർഷാദിൻ്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ മുന്നിലുണ്ടാവുക കേട്ടോ. അർഷാദ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ മുന്നിലുണ്ടാകുക അർഷാദിൻ്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്. പ്രിയപ്പെട്ട ഉപ്പയെ കണ്ടു കഴിഞ്ഞാൽ അർഷാദ് നല്ല ഹാപ്പി ആയിരിക്കും, നല്ല സന്തോഷവാനായിരിക്കും കേട്ടോ, നല്ല സന്തോഷവാനായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും, നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ. ഉറക്കുന്ന എഴുന്നേൽക്കാൻ പോവാണ്. ഉറക്കുന്ന എഴുന്നേറ്റാൽ തൊട്ട് മുമ്പിലുണ്ടാകുക അർഷാദിൻ്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് കേട്ടോ, പ്രിയപ്പെട്ട ഉപ്പയാണ്. ഉപ്പയെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഹാപ്പി ആയിരിക്കും, നല്ല സന്തോഷവാനായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും, നല്ല ഫ്രീ ആയിരിക്കും കേട്ടോ, നല്ല ഫ്രീ ആയിരിക്കും. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, അസ്വസ്ഥത ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഉറക്കുന്ന എഴുന്നേൽക്കാൻ പോവാണ്. റെഡി 1 2 3 വയ്ക്കാം.